ഇന്ന് മീനൊന്നും കിട്ടിയില്ല. മറ്റേ നാരാട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ മീൻ കൊണ്ടുവരുന്നു. ഇന്ന് കണ്ടോന്നാറ് മീനൊന്നും ഉണ്ടായിട്ടാണ്. അതുകൊണ്ട് ഇന്നൊരു തക്കാളി കറി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ടേസ്റ്റ് വന്നിട്ടുണ്ടായതാ. തണുപ്പായിട്ടാണ് ചാളലെടുത്ത്. ഭയങ്കര തണുപ്പാണ്. നിനക്ക് പുറത്താകുമ്പോ ഒരു തൊപ്പിയിട്ടിട്ട് പോയിക്കൂടെ? ആ മുട്ടത്തല മഞ്ഞ് വിളിക്കണം ഇങ്ങനെ. ആ മുട്ടത്തല്ലപ്പ മുടിയണം പോയി. അല്ലേ ഇനി ആരെ കാണിക്കാനാണ് മുടി ഉണ്ടായിട്ടുള്ള കാര്യം? കറി തക്കാളി കറി ആക്കുന്നത്. നിങ്ങൾ വരുമ്പോ ഇന്ന് മീൻ കൊണ്ടുവന്നിനാ? മീനില്ലാണ്ട് കൊണ്ടുവരാൻ കഴിയ. അതുകൊണ്ട് തക്കാളി എപ്പോഴും മീൻ തന്നെയല്ലേ കൂട്ടല്. ഉണക്കാറ്റുണ്ടാ? ഉണക്കുണ്ട്. പെട്ടെന്ന് ആക്കിക്കോ. നല്ല തണുപ്പല്ല, ചൂടോടെ കഴിക്കണം. അപ്പൊ നമ്മുടെ തക്കാളി കറി ആക്കാൻ വേണ്ടിട്ട് ഇതാ സവാള, ഇഞ്ചി, പച്ചമുളക്, തക്കാളി അല്ലേ. പിന്നെ ഇവിടെ കറിവേപ്പിലയുണ്ട്, വെളുത്തുള്ളി ഉണ്ട്. നല്ല തണുപ്പുണ്ട് അല്ലേ? നല്ല തണുപ്പുണ്ട്. കണ്ടങ്ങാളി ഇത്ര തണുപ്പുണ്ടാ? പൈനൂർ കണ്ടങ്ങാളി ഇത്ര തണുപ്പില്ലേ? നമ്മളിവിടെ നല്ല തണുപ്പ്. അവിടെ പൂഴി ഇതായോണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ലത ചട്ടി പിടിച്ച് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. തീ അങ്ങനെ ഏച്ച് പറ്റിച്ചിട്ടുണ്ട്. ഇന്ന് രണ്ടാളുണ്ടായതുകൊണ്ട് വേഗം നടക്കും അല്ലേ? ഇതൊന്നും വിചാരിക്കണ്ട. ഇത് നഷും വൈകിയും കൂടി കളിക്കാൻ പറ്റിയ സാധനമാണ്. അടുപ്പിന് മുകളില് ഇതിലിട്ടാ ഇട്ട തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയെ, പാകത്തിന് ഉപ്പ്, വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അടുപ്പത്ത് വെക്കാം. കച്ചവടം കളിച്ചാണിത്. ഒന്നും എടുത്തു വെക്കാൻ പാടില്ല. പോകട്ടെ, കറി പോകട്ടെ. ഇനി എന്നാ അടുത്ത പരിപാടിയാ? തേങ്ങ അരക്കണം. അപ്പൊ ഇതിർന്ന് പോകട്ട്. എന്തായി ബന്ധു? കുറച്ച് വെള്ളം പറ്റും. കുറച്ചുകൊണ്ട് വെള്ളം പറ്റാണ്ട് കേട്ടാ. വെള്ളം കുറച്ച് അധികമായി പോയി ചോദിച്ചത്. ഇത് അരക്കണം അല്ലേ? നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. വെള്ളം അധികം ഒഴിക്കണ്ട അല്ലേ? അധികം ഒഴിച്ചേ അറിയില്ലേ? എന്നാ പിന്നെ അരച്ചിട്ട്. അപ്പൊ നമ്മുടെ തക്കാളിയും ഉള്ളിയെല്ലാം നല്ല വൃത്തി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ചൂടുവെള്ളമാണ്. ഇനി ചൂടുവെള്ളം ഒഴിക്കുന്നു അല്ലേ? അരപ്പിൻ്റെ വെള്ളം. ഇനി ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളം. ഇനി ചൂടുവെള്ളം ഒഴിക്കാൻ പാടുള്ളൂ അല്ലേ? ഇളക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ അരപ്പും കൂടെ ഒന്ന് വെന്ത് കേട്ടോ അല്ലേ? അപ്പം നമ്മുടെ കറിയിലെ അരപ്പെല്ലാം നല്ല വൃത്തി വെന്തിട്ടുണ്ട്. അപ്പോൾ കറി ഏകദേശം റെഡിയായി അല്ലേ? ഇനി ഇത് എടുത്തു വെക്കാം. അടുത്തൊന്ന് ഇതിലേക്ക് ഇനി കാച്ചി വയ്ക്കാനുണ്ട്. നമ്മൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കടുകും. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക്. അപ്പം നമ്മുടെ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളിയാ. ചേച്ചി വന്ന ദിവസം തന്നെ കറിയൊന്നും ഇല്ല അല്ലേ? സാമ്പാറുണ്ട്. ഇനി ഒരു കതിരുണ്ട് അല്ലേ?
വറക്കാൻ. അതിന് ഓക്ക് മീനൊന്നും വേണ്ട. മറ്റെല്ലാ ദിവസം മീൻ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഒരു പ്രത്യേക സ്മെല്ലാണല്ലേ. റെഡിയാ? അപ്പോൾ ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ടേ. ഇത് അടച്ചു വെക്കാം. ഇതിൻ്റെ സ്മെല്ല് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കട്ടെ അല്ലേ. ഇപ്പളേ ഇളക്കണ്ട. എന്നാലും ആ കറിക്ക് ആ ചെറുള്ളിയിലും കറിവേപ്പിലയും നല്ല സ്മെല്ല് പിടിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ അത്താഴം കഴിക്കലായേ. അപ്പോൾ വേറെ കറിയൊന്നുമില്ല. നമ്മളെ ഉണക്കസ്രാവ് വറവുണ്ടേ, കതിരെന്ന് നമ്മൾ ഇങ്ങോട്ട് പറയും. അപ്പോൾ നമ്മുടെ തക്കാളിക്കറി ഇന്ന് ഇളക്ക് വെള്ളടിക്കാവട്ടത്. കുറച്ചൊന്ന് കോരി വെച്ചേ. കറി നല്ല ചൂടുണ്ടേ. ഈ ചൂടുകൾ പെട്ടെന്ന് തണുപ്പത്ത് ഇതാവും അല്ലേ. അപ്പം നമ്മൾ തക്കാളിക്കറി നോക്കട്ടെ. ചാറിലെടുത്ത് കുഴച്ച് കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ലാസ്റ്റ് കാച്ചി വെച്ചത് ആ പൊത്തി വെച്ചോണ്ട് അതിന്റെ സ്മെല്ല് കറി അതേപോലെ കിട്ടുന്നുണ്ട്. ബാക്കിയെല്ലാം കഴിക്കണം അത്ര കേട്ടോ. ഞാൻ പിന്നെ നേരത്തെ കഴിക്കും. നമ്മൾ കഴിക്കട്ടെ. ഓക്കെ.